തൃശൂരിലെ ആ പഴക്കമേറിയ ഗ്രാമത്തിൽ മഴ പെയ്തൊഴിയാത്ത ഒരു കർക്കിടക രാത്രിയായിരുന്നു അത്. തലമുറകളുടെ കഥകൾ ഉറങ്ങുന്ന മങ്ങലത്ത് തറവാടിന്റെ വിശാലമായ പൂമുഖത്ത് സാവിത്രി ടീച്ചർ ചാരുകസേരയിൽ ചാരിയിരിക്കുകയായിരുന്നു. മുറ്റത്തെ മാവിലകളിൽ നിന്ന് മഴവെള്ളം ഇറ്റിറ്റു വീഴുന്ന ശബ്ദം ആ വലിയ വീടിന്റെ നിശബ്ദതയെ കൂടുതൽ ഭീകരമാക്കി. 30 വർഷം കുട്ടികൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ അധ്യാപികയായിരുന്നു അവർ. എന്നാൽ വിരമിക്കലിനു ശേഷം പുസ്തകങ്ങളും വീട്ടുപരിസരത്തെ പച്ചക്കറിത്തോട്ടവും മാത്രമായി അവരുടെ ലോകം ചുരുങ്ങി. ഭർത്താവ് മാധവൻ മാഷ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഛായാചിത്രത്തിനു താഴെ വിളക്ക് കത്തിക്കുമ്പോഴെല്ലാം ആ വലിയ വീട്ടിലെ ശൂന്യത ടീച്ചറെ ശ്വാസം മുട്ടിക്കാറുണ്ടായിരുന്നു. എങ്കിലും ആ ഏകാന്തതയെ അവരൊരു തപസ്സുപോലെ സ്നേഹിച്ചു തുടങ്ങി. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഴിയുന്ന തന്റെ ഏകമകൾ സുമംഗലിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ ആ ധൈര്യം ചോർന്നുപോകും. സുമി, തന്റെ പ്രാണൻ. അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് അധികമായില്ല. ക്ലോക്കിലെ സൂചികൾ 9-ലേക്കടുത്തു. പുറത്ത് ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ മഴ കനത്തു. പെട്ടെന്നാണ് ഹാളിലെ ലാൻഡ് ഫോൺ ചിലച്ചു തുടങ്ങിയത്. ഈ സമയത്ത് ആരായിരിക്കും? ടീച്ചർ എഴുന്നേറ്റ് റിസീവർ കാതിൽ ചേർത്തു. ഹലോ, ആരാണ്? ഹലോ, അമ്മേ. മറുതലയ്ക്കൽ വിനോദാണ്, സുമിയുടെ ഭർത്താവ്. എന്താ വിനോദേ ഈ സമയത്ത്? സുമി ഉറങ്ങിയോ? സാവിത്രിയുടെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞു. അവൾ എപ്പോഴേ ഉറങ്ങി അമ്മേ. എനിക്കൊന്ന് സമാധാനമായി സംസാരിക്കാൻ സമയം കിട്ടുന്നത് ഇപ്പോഴാ. വിനോദിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരിടർച്ചയുണ്ടായിരുന്നു. സാധാരണ ഗാംഭീര്യത്തോടെ സംസാരിക്കാറുള്ള വിനോദ് വല്ലാതെ തളർന്നതുപോലെ. എന്താ കാര്യം? സുമിക്ക് എന്തുപറ്റി? അമ്മേ, സുമിക്ക് തീരെ വയ്യ. എപ്പോഴും ക്ഷീണമാണ്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും മടി. ചിരിക്കാൻ മറന്നതുപോലെ. ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ... അവൻ നിർത്തി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു അമ്മേ. ഒന്ന് വരണം. അമ്മ വന്നാൽ അവൾക്കൊരു മാറ്റമുണ്ടാകും. അമ്മയുടെ സാമീപ്യം അവൾക്ക് മരുന്നാകും. വിനോദിന്റെ വാക്കുകളിലെ സ്നേഹവും കരുതലും സാവിത്രിയെ വല്ലാതെ സ്പർശിച്ചു. പാവം, അവളെ ഓർത്ത് അവൻ എത്ര വിഷമിക്കുന്നുണ്ട്. തിരക്കുള്ള IT ജോലിക്കിടയിലും അവളെ നോക്കാൻ അവൻ കാണിക്കുന്ന മനസ്സ്. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആ വാക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ചതിയുടെ വിഷം ഇരുട്ടിൽ പതിയിരിക്കുന്ന പാമ്പിനെപ്പോലെ ടീച്ചർ അറിഞ്ഞില്ല. ഞാൻ വരാം വിനോദേ. നാളെ രാവിലത്തെ ട്രെയിനിന് തന്നെ ഞാൻ തിരിക്കാം. പിറ്റേന്ന് വെളുപ്പിന് തന്നെ സാവിത്രി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിനിടയിലും അവരുടെ മനസ്സ് വിജനമായിരുന്നു. ട്രെയിൻ പാളത്തിലൂടെ കുതിച്ചു പായുമ്പോൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി അവരിരുന്നു. പച്ചപ്പു നിറഞ്ഞ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പിന്നിലേക്ക് ഓടിമറയുന്നു. മനസ്സ് നിറയെ സുമംഗലിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എത്ര ഉന്മേഷവതിയായിരുന്നു അവൾ. കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസിലും പാട്ടിലും ഒന്നാമത്. അവളുടെ ചിരിയും കളിയും തറവാടിനെ എന്നും ഉണർത്തിയിരുന്നു. വിനോദിനെപ്പോലെ ഒരു നല്ല പയ്യനെ കിട്ടിയതിൽ എല്ലാവരും അന്ന് എത്ര സന്തോഷിച്ചു. IT കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. കാണാൻ സിനിമാ നടനെപ്പോലെ സുന്ദരൻ. പെരുമാറാൻ അതിലേറെ മാന്യൻ. ജാതകപ്പൊരുത്തം കുറവാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് വലുത് എന്ന് മുന്നിട്ടിറങ്ങിയത് വിനോദായിരുന്നു. ട്രെയിൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെത്തുമ്പോൾ ഉച്ചതിരിഞ്ഞിരുന്നു. ടാക്സി വിളിച്ച് കാക്കനാട്ടെ വിനോദിന്റെ വില്ലയിലെത്തുമ്പോൾ വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നു മാറി മതിലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആധുനിക വില്ലകൾ. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് വിനോദ് ഓടിവന്നു. അമ്മ എത്തിയോ? വാ, ബാഗ് ഇങ്ങുതാ. അവൻ സാവിത്രിയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. അവന്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചിരുന്നു. അകത്തേക്ക് കയറിയ സാവിത്രിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. തറവാടിലെ കാറ്റും വെളിച്ചവുമല്ല ഇവിടെ. ജനലുകളെല്ലാം അടച്ചിട്ട് എയർ കണ്ടീഷണറിന്റെ കൃത്രിമമായ തണുപ്പും മൂകതയും മാത്രം. ഭംഗിയുള്ള ഫർണിച്ചറുകളും വിലപിടിപ്പുള്ള അലങ്കാര വസ്തുക്കളും ഉണ്ടെങ്കിലും അതൊരു വീടുപോലെ തോന്നിയില്ല. അലങ്കരിച്ചൊരുക്കിയ ഒരു തടവറ പോലെയാണ് സാവിത്രിക്ക് അനുഭവപ്പെട്ടത്. ചുമരുകളിൽ തൂക്കിയിട്ട ചിത്രങ്ങൾ പോലും നിർജീവമായി തന്നെ നോക്കുന്നതുപോലെ. സുമി എവിടെ? സാവിത്രി ചോദിച്ചു. മുകളിലെ മുറിയിലുണ്ടമ്മേ, ചെല്ല്. ഗോവണിപ്പടികൾ കയറി മുകളിലെത്തിയ സാവിത്രി മകളുടെ മുറിയിലേക്ക് കടന്നു. ജനലുകൾ കർട്ടനിട്ടു മറച്ചിരിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന രൂപം കണ്ടപ്പോൾ സാവിത്രിയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ഇത് തന്റെ സുമിയാണോ? ആ കവിളുകൾ ഒട്ടിയിരിക്കുന്നു. വെളുത്ത നിറം മങ്ങി വിളറിയിരിക്കുന്നു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു. എല്ലും തോലുമായി മാറിയ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സുമി, സാവിത്രിയുടെ സ്വരം ഇടറി. വിളി കേട്ട് അവൾ കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു.
അമ്മയെ കണ്ടതും ആ കണ്ണുകളിൽ നനവു പടർന്നു. അമ്മേ! ആ വിളിക്ക് ഒട്ടും ശക്തിയുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം വഴങ്ങാത്തതുപോലെ. അപ്പോഴേക്കും വിനോദ് മുറിയിലേക്ക് കടന്നുവന്നു. അവൻ വേഗത്തിൽ സുമിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ തടഞ്ഞു. വേണ്ട സുമി, നീ എഴുന്നേൽക്കണ്ട. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? റെസ്റ്റ് വേണം. അമ്മയോട് കിടന്നുകൊണ്ട് സംസാരിച്ചാൽ മതി. അവൻ സാവിത്രിയെ നേരെ തിരിഞ്ഞു. കണ്ടില്ലേ അമ്മേ, അവൾക്കൊന്നിനും വയ്യ. എഴുന്നേറ്റാൽ തലകറക്കമാണ്. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. ജോലിക്കാരിയെ വെച്ചാൽ അവർ ഇവളോട് സംസാരിച്ച് ശല്യപ്പെടുത്തും. അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. വിനോദിന്റെ സ്നേഹം കണ്ട് സാവിത്രി അത്ഭുതപ്പെട്ടു. ഒരു ഭർത്താവിനും ഇത്രയേറെ കരുതൽ നൽകാൻ കഴിയുമോ? പക്ഷേ സുമംഗലിയുടെ കണ്ണുകളിലെ ശൂന്യത ടീച്ചറെ വല്ലാതെ അസ്വസ്ഥയാക്കി. വിനോദ് അടുത്തു നിൽക്കുമ്പോൾ അവൾ ശ്വാസം വിടാൻ പോലും ഭയക്കുന്നതുപോലെ. അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നു. 2 ദിവസങ്ങൾ കടന്നുപോയി. സാവിത്രി ആ വീട്ടിലെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു. വിനോദ് ഓഫീസിൽ പോയ സമയം സുമംഗലി ഹാളിലെ സോഫയിൽ വന്നിരുന്നു. സാവിത്രി മകളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. മോളെ, സത്യം പറ, നിനക്കെന്താ പറ്റിയത്? എന്തിനാ മറ്റൊരു വലിയ ആശുപത്രിയിൽ പോകാത്തത്? സാവിത്രി ചോദിച്ചു. സുമി ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. വിനോദേഷൻ മരുന്ന് തരുന്നുണ്ടമ്മേ. അത് കഴിച്ചാൽ പിന്നെ എനിക്ക് വല്ലാതെ ഉറക്കം വരും. തല പൊങ്ങില്ല. എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല അമ്മേ. ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും മറന്നുപോകുന്നു. സുമംഗലി കരയാൻ തുടങ്ങി. വിനോദിനോട് നീ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലേ? ചോദിച്ചു അമ്മേ. അപ്പോൾ ഏട്ടൻ ദേഷ്യപ്പെടും. എനിക്ക് ഭ്രാന്താണെന്ന് പറയും. ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറയും. നിനക്ക് തോന്നലുകളാണ്, എനിക്കാണ് നിന്നെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു വഴക്കിടും. എനിക്ക് പേടിയാകുന്നു അമ്മേ. എനിക്ക് ഭ്രാന്താകുമോ? അവളുടെ വാക്കുകളിൽ നിസ്സഹായത നിറഞ്ഞിരുന്നു. ഭർത്താവിനെക്കുറിച്ചുള്ള ആ പേടി സാവിത്രിയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി. സ്നേഹം അഭിനയിക്കുന്ന വിനോദിന്റെ മുഖംമൂടിക്ക് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഒരമ്മയുടെ മനസ്സു മന്ത്രിച്ചു. അന്ന് രാത്രി അത്താഴത്തിനു ശേഷം വിനോദ് അടുക്കളയിൽ നിന്നൊരു ഗ്ലാസ് പാലുമായി വരുന്നത് സാവിത്രി കണ്ടു. അവൻ പാലിൽ എന്തോ കലക്കുന്നത് ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു. അവൻ സുമംഗലിയുടെ മുറിയിലേക്ക് പോയി. സാവിത്രി വാതിലിനു മറഞ്ഞു നിന്ന് നോക്കി. ഇത് കുടിച്ചോ സുമി, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇത് കുടിച്ചാലേ നല്ല ഉറക്കം കിട്ടൂ. സുമംഗലി മടിച്ചു. എനിക്ക് വേണ്ട ഏട്ടാ, ഇത് കുടിച്ചാൽ. കുടിക്കടി. വിനോദിന്റെ ശബ്ദം മാറി. അതിൽ സ്നേഹമല്ല, ആജ്ഞയായിരുന്നു. അവൻ നിർബന്ധിച്ച് ഗ്ലാസ് അവളുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. അവളത് കുടിച്ചു. 10 മിനിറ്റിനുള്ളിൽ സുമംഗതി ബോധം കെട്ടതുപോലെ ഉറങ്ങി. കുറച്ചുകഴിഞ്ഞ് വിനോദിന്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ബാൽക്കണിയിലേക്ക് മാറി നിന്ന് സംസാരിക്കുന്നത് സാവിത്രി ശ്രദ്ധിച്ചു. പുറത്ത് കാറ്റു വീശുന്നുണ്ടായിരുന്നു. ടീച്ചർ ശ്വാസം അടക്കി പിടിച്ച് കാതോർത്തു. അവൾ ഉറങ്ങി. ആ, തള്ള ഇവിടെയുണ്ട്. ഇല്ല, കുഴപ്പമില്ല. കുറച്ചു ദിവസം കൂടി എല്ലാം പ്ലാൻ പോലെ നടക്കും. വിനോദിന്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു. എങ്കിലും ആ വാക്കുകൾ സാവിത്രിയുടെ കാതിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. തള്ള, പ്ലാൻ പോലെ നടക്കും. എന്ത് പ്ലാൻ? ആരുമായിട്ടാണവൻ സംസാരിക്കുന്നത്? അടുത്ത ദിവസം ഉച്ചയ്ക്ക് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ വാതിൽപ്പടിയിൽ തട്ടി സാവിത്രി ഒന്ന് വേച്ചുപോയി. അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് വിനോദ് അവരെ താങ്ങി. അമ്മേ, സൂക്ഷിക്കണ്ടേ? അവന്റെ കൈകൾ സാവിത്രിയുടെ തോളിൽ അമർന്നു. സാധാരണഗതിയിൽ അതൊരു സഹായമായി തോന്നേണ്ടതാണ്. എന്നാൽ ആ സ്പർശത്തിൽ ഒരു മകന്റെ കരുതലായിരുന്നില്ല, മറിച്ച് വെറുപ്പുളവാക്കുന്ന മറ്റെന്തോ ആയിരുന്നു. സാവിത്രിയുടെ നട്ടലിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. അവർ പെട്ടെന്ന് കുതറിമാറി. വിനോദ് ചിരിച്ചു. ആ ചിരിക്ക് വല്ലാത്തൊരു വൈകൃതമുണ്ടായിരുന്നു. അവൻ സാവിത്രിയെ അടിമുടി നോക്കി. സുമിയേക്കാൾ സൗന്ദര്യം അമ്മയ്ക്കാണ്. ഈ പ്രായത്തിലും അമ്മയെ കണ്ടാൽ ആരും നോക്കിപ്പോകും. സാരി ഉടുക്കുമ്പോൾ അമ്മയെ കാണാൻ എന്തു ഭംഗിയാണെന്നോ. ആ വാക്കുകൾ സാവിത്രിയെ ഞെട്ടിച്ചു. സ്വന്തം അമ്മയെപ്പോലെ കാണേണ്ട സ്ത്രീയെ നോക്കി ഒരു മരുമകൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ. അവന്റെ കണ്ണുകളിലെ കാമം സാവിത്രി കണ്ടു. അവന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. ആ നിമിഷം സാവിത്രി തിരിച്ചറിഞ്ഞു, താൻ എത്തിപ്പെട്ടിരിക്കുന്നത് മകളുടെ രോഗം മാറ്റാനല്ല, മറിച്ച് ഏതോ വലിയ ചതിക്കുഴിയിലേക്കാണ്. അവൻ തന്നെയും നോട്ടമിട്ടിരിക്കുന്നു. രാത്രി ഭക്ഷണത്തിനു ശേഷം വിനോദ് ഒരു ഗിഫ്റ്റ് പാക്കറ്റുമായി ഹാളിലേക്ക് വന്നു. സുമി മയക്കത്തിലാണ്. ഇത് അമ്മയ്ക്കാണ്. സാവിത്രി സംശയത്തോടെ പാക്കറ്റ് വാങ്ങി തുറന്നു നോക്കി. കടും ചുവപ്പ് നിറത്തിലുള്ള സാറ്റിൻ തുണിയിൽ തുന്നിയ ഇറക്കം കുറഞ്ഞ ഒരു നൈറ്റി. സുമംഗലിക്ക് പോലും അങ്ങനെയൊന്നും അവൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് എനിക്കോ? സാവിത്രി ശബ്ദത്തിൽ ദേഷ്യവും വെറുപ്പും കലർന്നു. അമ്മ ഇതിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇന്ന് രാത്രി ഇത് ധരിക്കണം. ഞാൻ കാത്തിരിക്കും. വിനോദിന്റെ ശബ്ദത്തിൽ ആജ്ഞയും ആസക്തിയും നിറഞ്ഞു നിന്നു. സാവിത്രിയുടെ രക്തം തിളച്ചു. അവന്റെ മുഖത്തടിക്കാൻ കൈ ഉയർത്താൻ അവർ ആഗ്രഹിച്ചു.
എന്നാൽ ബുദ്ധി ഉപദേശിച്ചു. ഇപ്പോൾ പ്രതികരിച്ചാൽ സുമംഗലിയുടെ ജീവൻ അപകടത്തിലാകും. ഇവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. തന്ത്രപൂർവം നീങ്ങണം. ശരി, വിനോദിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ധരിക്കാം. സാവിത്രി കഷ്ടപ്പെട്ടൊരു ചിരി വരുത്തി. അത് വിനോദിന് ധൈര്യം നൽകി. തന്റെ വലയിൽ സാവിത്രിയും വീണെന്നവൻ വിശ്വസിച്ചു. പിറ്റേന്ന് വിനോദ് ഓഫീസിലേക്ക് പോയ ഉടനെ സാവിത്രി അവന്റെ മുറിയിലേക്ക് കയറി. വാതിൽ കുട്ടിയിട്ടു. അവന്റെ അലമാരകളും മേശവലിപ്പുകളും അവർ പരിശോധിച്ചു. ഒടുവിൽ അലമാരയുടെ ഉള്ളിലെ ഒരു രഹസ്യ അറയിൽ നിന്ന് പേരുവിവരങ്ങളില്ലാത്ത ചില മരുന്നുകുപ്പികൾ കണ്ടെടുത്തു. അതിന്റെ പേര് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ സാവിത്രി ഞെട്ടിപ്പോയി. അത് കടുത്ത മാനസിക രോഗികൾക്ക് നൽകുന്ന മരുന്നുകളാണ്. അളവ് കൂടിയാൽ ഹൃദയസ്തംഭനം വന്ന് മരണം വരെ സംഭവിക്കാവുന്ന മാരകമായ മയക്കുമരുന്നുകൾ. അവൻ സുമിയെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. വിറയ്ക്കുന്ന കൈകളോടെ സാവിത്രി ഫോൺ എടുത്തു. സമയം കളയാനില്ല. അവർ തന്റെ പഴയ ശിഷ്യനും ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് SIയുമായ തോമസിനെ വിളിച്ചു. തോമസ്, ഇത് സാവിത്രി ടീച്ചറാണ്. എനിക്കൊരു സഹായം വേണം. കാര്യം ഗുരുതരമാണ്. ടീച്ചർ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. വിനോദിന്റെ പെരുമാറ്റവും മരുന്നിന്റെ കാര്യവും തന്റെ സംശയങ്ങളും എല്ലാം കേട്ടപ്പോൾ തോമസ് പറഞ്ഞു, ടീച്ചർ പേടിക്കേണ്ട. വിനോദിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിക്കാം. ടീച്ചർ ധൈര്യമായിരിക്കുക. ഇന്ന് രാത്രി ഞാൻ സിവിൽ ഡ്രസ്സിൽ എന്റെ ടീമുമായി വീടിന്റെ പരിസരത്തുണ്ടാകും. എന്തെങ്കിലും അപകടം മണത്താൽ ഒരു മിസ്ഡ് കോൾ തന്നാൽ മതി. വൈകുന്നേരം വിനോദ് വിളിച്ചു പറഞ്ഞു, ഞാൻ വരാൻ അല്പം വൈകും, ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതാണ് അവസരം. സാവിത്രി സുമംഗലിയുടെ മുറിയിലെത്തി. അവളെ കുലുക്കി വിളിച്ചുണർത്തി. മോളെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ എന്റെ മുറിയിൽ പോയി കിടക്കണം. വാതിൽ കുട്ടിയിടണം. ആരു വിളിച്ചാലും, വിനോദ് വിളിച്ചാൽ പോലും തുറക്കരുത്. നിന്റെ ജീവന്റെ കാര്യമാണ്. അമ്മയുടെ മുഖത്തെ ഗൗരവം കണ്ട സുമി പേടിച്ചുപോയി. അമ്മേ, എന്താ കാര്യം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ അമ്മ പറയുന്നത് അനുസരിക്കുക. സുമംഗലിയെ സാവിത്രി തന്റെ മുറിയിലാക്കി വാതിലടച്ചു. രാത്രി വിനോദ് വരുമ്പോൾ കൊടുക്കാൻ വെച്ചിരുന്ന പാൽ സാവിത്രി സിങ്കിൽ ഒഴുകിക്കളഞ്ഞു. പകരം വെറും പാൽ വെച്ചു. ക്ലോക്കിൽ 11 മണി. സാവിത്രി വിനോദ് നൽകിയ ചുവന്ന നൈറ്റി ധരിച്ചു. സുമംഗലിയുടെ മുറിയിലെ ലൈറ്റുകൾ അണച്ചു. കട്ടിലിൽ സുമി കിടക്കാറുള്ളതുപോലെ പുതപ്പിനുള്ളിൽ മുഖം മറച്ചവർ കിടന്നു. നെഞ്ചിടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. ഇതൊരു വലിയ ചൂതാട്ടമാണ്. പാളിയാൽ മരണമുറപ്പ്. സാവിത്രി ടീച്ചർ മനസ്സിൽ പ്രാർത്ഥിച്ചു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ക്ലോക്കിലെ സൂചികൾ 12ലേക്കടുത്തു. ഓരോ സെക്കൻഡും സാവിത്രി ടീച്ചറുടെ നെഞ്ചിടുപ്പ് കൂട്ടി. പുറത്ത് ചീവീടുകളുടെ ശബ്ദം മാത്രം. പെട്ടെന്നാണ് ഗേറ്റ് തുറക്കുന്നതിന്റെ മെലിഞ്ഞ കരച്ചിൽ കേട്ടത്. പിന്നാലെ ഒരു കാർ മുറ്റത്തേക്ക് ഇറച്ചു കയറി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ജനൽ വിടവുകളിലൂടെ മുറിയുടെ മേൽക്കരയിൽ മിന്നിമറഞ്ഞു. താഴെ കാറിന്റെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ശബ്ദം. വിനോദ് തനിച്ചല്ല. ഒരു സ്ത്രീയുടെ കുലുങ്ങിയുള്ള ചിരിയും ഹീൽസുകൾ തറയിൽ പതിക്കുന്ന ശബ്ദവും വ്യക്തമായി കേൾക്കാം. അതാ രാത്രിയുടെ ഭീകരത വർദ്ധിപ്പിച്ചു. ഷ്, പതുക്കെ, ആ തള്ള എഴുന്നേൽക്കും. വിനോദിന്റെ ശബ്ദം താഴെ നിന്നുയർന്നു. എന്തിനു പേടിക്കണം വിനോദ്? ഇത് നിന്റെ വീടല്ലേ? അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. മദ്യത്തിന്റെ ലഹരി കലർന്ന കുഴഞ്ഞ ശബ്ദം. മായ. ഗോണിപ്പടികൾ കയറി അവർ മുകളിലേക്ക് വരികയാണ്. ഓരോ കാൽപ്പൈപ്പും സാവിത്രിയുടെ നെഞ്ചിലാണ് പതിക്കുന്നത്. അവർ നേരെ സുമംഗലിയുടെ മുറിയിലേക്കാണ് വന്നത്. വാതിലിന്റെ പൂട്ട് തിരിയുന്ന ശബ്ദം. അവൾ ഉറക്കമായിരിക്കും വിനോദ്. ആ മരുന്ന് കൊടുത്തില്ലേ? മായയുടെ ചോദ്യത്തിൽ അക്ഷമയുണ്ടായിരുന്നു. പിന്നല്ലാതെ, ഇനി നാളെ എഴുന്നേൽക്കൂ. സാധാരണ കൊടുക്കുന്നതിലും ഇരട്ടി ഡോസാണ് ഇന്ന് പാലിൽ കലക്കിയത്, വിനോദ് പറഞ്ഞു. വാതിൽ തുറന്നു. ഇടനാഴിയിലെ വെളിച്ചം മുറിയിലേക്ക് വീണു. കറുത്ത പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന രൂപം കണ്ടപ്പോൾ അവരുടെ ധൈര്യം കൂടി. അവർ മുറിക്കുള്ളിൽ കടന്നു. മുറിയിൽ പരന്നുകിടക്കുന്ന മരുന്നുമണത്തിനൊപ്പം മായയുടെ വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധവും കലർന്നു. കട്ടിലിൽ കിടക്കുന്ന രൂപം കണ്ട് വിനോദ് പുച്ഛത്തോടെ പറഞ്ഞു, നോക്കുമായേ, അവൾ ശവത്തെപ്പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇവളെക്കൊണ്ട് ഞാൻ മടുത്തു. ജീവനുള്ള ഒരു ശവം. സാവിത്രി അനങ്ങാതെ കിടന്നു, ശ്വാസം പോലും അടക്കിപ്പിടിച്ച്. അവരുടെ സംഭാഷണം ഒരു കത്തിയെപ്പോലെ ടീച്ചറുടെ ഹൃദയത്തിൽ തറച്ചു കയറുകയായിരുന്നു. മായ കട്ടിലിന്റെ അരികിൽ വന്നിരുന്നു. ഇവളെ എന്നാ നമ്മൾ തീർക്കുന്നത് വിനോദ്? എനിക്ക് മടുത്തു ഈ ഒളിച്ചുകളി. നമുക്ക് വിദേശത്തേക്ക് പോണ്ടേ? അവിടെ പുതിയൊരു ജീവിതം തുടങ്ങണ്ടേ? വിനോദ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഇന്ന് രാത്രി വേണ്ട. ആ തള്ള കൂടെയുണ്ടല്ലോ, സാവിത്രി. അവരെ കൂടെ എനിക്ക് വേണം കുറച്ചു ദിവസം. സുമി പോയാൽ പിന്നെ ആ തള്ള തനിച്ചാകും. അവരെ എനിക്ക് എന്റെ വഴിക്ക് കൊണ്ടുവരാം. തറവാടും സ്വത്തും എന്റെ പേരിലാക്കിയ ശേഷം അവരെയും നമുക്ക് ഒഴിവാക്കാം.
വഴങ്ങിയില്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഏതെങ്കിലും അസൈലത്തിലാക്കാം, അല്ലെങ്കിൽ സുമിയെപ്പോലെ മരുന്ന് നൽകി മയക്കാം. അവൻ ക്രൂരമായി പൊട്ടിച്ചിരിച്ചു. അയ്യേ, നിനക്കാ കിഴവയോട് മോഹമുണ്ടോ? മായ പരിഹസിച്ചു. അതൊരു രസമല്ലേടി, അമ്മയും മകളും. വിനോദിന്റെ വാക്കുകളിൽ കാമത്തിന്റെ വെറിയുണ്ടായിരുന്നു. പുതപ്പിനുള്ളിൽ കിടന്ന സാവിത്രിയുടെ ഉള്ളിൽ തീ പടരുകയായിരുന്നു. ഭയം മാറി അവിടെ പ്രതികാരത്തിന്റെ കനലെരിഞ്ഞു. സ്വന്തം മകളെ മയക്കുമരുന്ന് നൽകി കൊല്ലാൻ പദ്ധതിയിടുന്ന, തന്നെ ഭോഗിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വത്തിനു വേണ്ടി മാത്രം സ്നേഹം അഭിനയിച്ച ആ നീചനെ തകർക്കാൻ അവരുടെ ഉള്ളിലെ അമ്മ ഉണർന്നു. അവരുടെ കൈകൾ മുഷ്ടി ചുരുണ്ടു. വിരലുകൾ ഉള്ളം കൈയിൽ അമർന്നു. വിനോദ് കട്ടിലിനടുത്തേക്ക് നീങ്ങി. എന്തായാലും ഇവൾ ഉറക്കമല്ലേ, ഇവളെ ഒന്ന് ഉണർത്താൻ നോക്കാം. മരുന്നിന്റെ ലഹരിയിൽ ഇവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാലോ എന്ന് വിനോദ് സുമി എന്ന് വിളിച്ച് പുതപ്പുമാറ്റാൻ കൈ നീട്ടിയതും മുറിയുടെ അന്തരീക്ഷം മാറിമറിഞ്ഞു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ സാവിത്രി പുതപ്പ് വലിച്ചുമാറ്റി എഴുന്നേൽനിന്നു. ഇരുട്ടിൽ കിളങ്ങുന്ന കണ്ണുകളോടെ, അഴിച്ചിട്ട മുടിയോടെ, ചുവന്ന വസ്ത്രത്തിൽ സാവിത്രി ടീച്ചർ കട്ടിലിൽ നിവർന്നു നിന്നു. ആ രൂപം കണ്ടതും വിനോദ് ഞെട്ടി പുറകോട്ടു മാറി. അവന്റെ കയ്യിലിരുന്ന സിഗരറ്റ് താഴെ വീണു. അമ്മേ! അവന്റെ തൊണ്ടയിൽ നിന്ന് ആ വിളി കുരുങ്ങി. അവൻ വിറച്ചുപോയി. മായ ഭയന്നലറി വിളിച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അമ്മയോ? നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. സാവിത്രിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ആ ശബ്ദത്തിന് സിംഹഗർജനത്തിന്റെ ശക്തിയുണ്ടായിരുന്നു. 30 വർഷം ക്ലാസ് മുറികളിൽ മുഴങ്ങിയ അതേ ഗാംഭീര്യം, എന്നാൽ ഇപ്പോൾ അതിൽ നിറയെ തീയായിരുന്നു. എന്റെ മകളെ കൊല്ലാനും എന്റെ ശരീരം അനുഭവിക്കാനും വന്ന നീയൊന്നും ജീവിക്കാൻ അർഹരല്ലടാ. നിന്നെ വിശ്വസിച്ച് എന്റെ മോളെ നീ... സാവിത്രി കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. വിനോദ് സമനില വീണ്ടെടുത്തു. അവന്റെ ഭയം മാറി. അവിടെ ക്രോധം നിറഞ്ഞു. ഓഹോ, അപ്പോ തഴയെല്ലാം അറിഞ്ഞു അല്ലേ? എങ്കിൽ പിന്നെ നിന്നെക്കൂടി ഇന്ന് തീർത്തേക്കാം. 2 ശവങ്ങൾ, അത് കൂടുതൽ എളുപ്പമാണ്. അവൻ സാവിത്രിയെ പിടിക്കാനെടുത്തു. നീ ചത്തടി തള്ളേ. പക്ഷെ സാവിത്രി തന്റെ സർവ്വശക്തിയും സംഭരിച്ചു. അടുത്തുണ്ടായിരുന്ന ഭാരമുള്ള, കൂർത്ത വശങ്ങളുള്ള ക്രിസ്റ്റൽ ഫ്ലവർ വേസ് അവർ കയ്യിലെടുത്തു. വിനോദ് അടുത്തെത്തിയതും ഉന്നം തെറ്റാതെ അവർ അതവന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു. അയ്യോ! വിനോദ് നിലവിളിച്ചു. വേസ് പൊട്ടി. അവന്റെ നെറ്റിയിൽ നിന്നും ചോര ചീറ്റി. അവൻ നിലതെറ്റി തറയിലേക്ക് വീണു. വിനോദ് വീണതിന്റെ ആഘാതത്തിൽ തറ കുലുങ്ങി. മായ ഭയന്നു വിറച്ച് ഒരു മൂലയിൽ പതുങ്ങി. സാവിത്രി കിതച്ചുകൊണ്ട് കയ്യിൽ അവശേഷിച്ച വേസിന്റെ കഷ്ണം മുറുകെ പിടിച്ചു. ആ ബഹളത്തിനിടയിൽ സാവിത്രി തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിലെ എമർജൻസി ബട്ടൺ നേരത്തെ തന്നെ അമർത്തിയിരുന്നു. വീടിനു പുറത്ത് സൈറൻ മുഴങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ വീടിന്റെ മുൻവാതിൽ തകർത്ത് SI തോമസും സംഘവും തോക്കുകളുമായി അകത്തേക്ക് പാഞ്ഞുകയറി. കോണിപ്പടികൾ ഓടിക്കയറി അവർ മുറിയിലെത്തി. ചോരയിൽ കുളിച്ചുകിടക്കുന്ന വിനോദിനെയും ഭയന്ന മൂലയിൽ പതുങ്ങിയ മായയെയും അവർ വളഞ്ഞു. വിനോദ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും തോമസ് അവനെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി. ആനെങ്കി പോകരുത്, തോമസ് അലറി. സാവിത്രി ടീച്ചറുടെ മരുമകനായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നീ അത് അർഹിക്കുന്നില്ല. തോമസ് വിനോദിന്റെ കൈകളിൽ വിലങ്ങണിയിച്ചു. വിനോദ് വേദന കൊണ്ട് പുളഞ്ഞു. ഇവളാണ് എന്നെ ആക്രമിച്ചത്, ആ തള്ള. അവൻ സാവിത്രിക്ക് നേരെ വിരൽ ചൂണ്ടി. മിണ്ടാതിരിക്കടാ, ഒരു പോലീസുകാരൻ അവന്റെ മുഖത്തടിച്ചു. സാവിത്രി താൻ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണങ്ങളും ഒളിപ്പിച്ചു വെച്ചിരുന്ന മരുന്നുകുപ്പികളും തോമസിന് കൈമാറി. ഇവനാണ് എന്റെ മോളെ കൊല്ലാൻ നോക്കിയത് തോമസ്. ഇവനും ഈ സ്ത്രീയും. പോലീസ് മായയെയും അറസ്റ്റ് ചെയ്തു. എനിക്കൊന്നും അറിയില്ല സാർ, എന്നെ ഇയാൾ വിളിച്ചതുകൊണ്ട് വന്നതാണ്. മായ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും അത് ചെവികൊണ്ടില്ല. ബഹളവും പോലീസിന്റെ സൈറൻ ശബ്ദവും കേട്ട് മുകളിലെ മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടിരുന്ന സുമംഗലി ഞെട്ടിയുണർന്നു. വാതിൽ തുറക്കാൻ സാവിത്രി ടീച്ചർ ഓടിച്ചെന്നു. അമ്മേ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇത്രയും ശബ്ദം? ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളോടെ സുമി ചോദിച്ചു. അവർ താഴേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച അവളെ നടുക്കി. കൈകളിൽ വിലങ്ങുമായി നിൽക്കുന്ന വിനോദ്, ചോരയൊലിക്കുന്ന മുഖം, ചുറ്റും പോലീസുകാർ. വിനോദേട്ടാ! അവൾ അലമുറയിട്ട് മുന്നോട്ടോടാൻ ശ്രമിച്ചു. പക്ഷെ സാവിത്രി അവളെ ബലമായി പിടിച്ചു നിർത്തി ചേർത്ത് പിടിച്ചു. വേണ്ട മോളെ, അവിടെ പോകരുത്. അവൻ നിനക്കുള്ളവനല്ല. അവൻ നിന്റെ ഭർത്താവല്ല, നിന്റെ കൊലയാളിയാണ്. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ കരഞ്ഞു. സാവിത്രി അവളെ സോഫയിലിരുത്തി. നടന്ന കാര്യങ്ങളെല്ലാം, വിനോദിന്റെയും മായയുടെയും ചതികൾ, അവൻ നൽകിയ വിഷമരുന്നുകൾ, സ്വത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ എല്ലാം സാവിത്രി സുമംഗലിക്ക് പറഞ്ഞുകൊടുത്തു. തോമസ് കണ്ടെടുത്ത തെളിവുകളും വിനോദിന്റെ കുറ്റസമ്മതവും കേട്ടപ്പോൾ സുമംഗലിയുടെ ലോകം തകർന്നു വീണു. താൻ ദൈവത്തെപ്പോലെ സ്നേഹിച്ച പുരുഷൻ തന്റെ ജീവനെടുക്കാൻ നടന്ന വെറുമൊരു ചെകുത്താനായിരുന്നു എന്ന സത്യം
അവളുടെ ഹൃദയം തകർത്തു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിവന്നു. അവൾ വിനോദിനെ നോക്കി. ആ നോട്ടത്തിൽ വെറുപ്പും അതിലേറെ വേദനയുമുണ്ടായിരുന്നു. വിനോദ് തലകുനിച്ചു നിന്നു. അവൾ അമ്മയുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എനിക്കാരുമില്ല അമ്മേ, ഞാൻ തനിച്ചായി. സാവിത്രി അവളെ ഉമ്മ വെച്ചു. കരയേണ്ട മോളെ, ആരുമില്ലെന്ന് പറയരുത്. നിനക്ക് ഞാനുണ്ട്, അമ്മയുണ്ട് കൂടെ. നമുക്ക് തിരിച്ചു പോകാം, നമ്മുടെ തറവാട്ടിലേക്ക്. 3 മാസങ്ങൾക്ക് ശേഷം തൃശൂരിലെ മംഗലത്ത് തറവാട്. മഴക്കാലം മാറി പ്രകൃതി തെളിഞ്ഞിരിക്കുന്നു. മുറ്റത്തെ മാവുകൾ പൂത്തിരിക്കുന്നു. ഉമ്മറത്ത് ചാരുകസേരയിൽ സാവിത്രി ടീച്ചർ ഇരിക്കുന്നു. അവരുടെ മടിയിലൊരു പുസ്തകമുണ്ട്. അടുത്ത് പഴയ ഉന്മേഷത്തോടെ സുമംഗലി മുല്ലപ്പൂ കോർക്കുന്നു. ചികിത്സയും തറവാട്ടിലെ ശാന്തമായ അന്തരീക്ഷവും അമ്മയുടെ സ്നേഹവും അവളെ പഴയ സുമിയാക്കി മാറ്റിയിരിക്കുന്നു. മരുന്നിന്റെ ആലസ്യങ്ങൾ മാറി അവളുടെ കവിളുകളിൽ തുടുപ്പ് വന്നിരിക്കുന്നു. കണ്ണുകളിൽ വീണ്ടും പ്രകാശം നിറഞ്ഞിരിക്കുന്നു. വിനോദും മായയും ഇപ്പോൾ ജയിലരികൾക്കുള്ളിലാണ്. കൊലപാതക ശ്രമത്തിനും ഗാർഹിക പീഡനത്തിനും അവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്. വിവാഹമോചനത്തിനുള്ള കേസ് നടക്കുന്നു. സുമംഗലി ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കാറില്ല. അത് കഴിഞ്ഞുപോയൊരു ദുസ്വപ്നം മാത്രം. ഇപ്പോൾ അവൾ വീണ്ടും നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. മുറ്റത്തെ മണൽത്തരികൾ നിലാവേറ്റ് തിളങ്ങി. കാറ്റിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം പരന്നു. അമ്മേ, ഇന്ന് നല്ല നിലാവാണല്ലേ? സുമംഗലി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ആകാശത്തൊരു കറുത്ത പാടുപോലുമില്ല. സാവിത്രി ചിരിച്ചു. അവർ മകളുടെ തലയിൽ തലോടി. അതേ മോളെ, ആ കറുത്ത നാളുകൾ കഴിഞ്ഞു. കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി. ഇനി എന്നും വെളിച്ചമായിരിക്കും. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചതിന്റെ, പെണ്ണിന്റെ കരുത്തിന്റെ, ഒരിക്കലും തോൽക്കാത്ത അമ്മ സ്നേഹത്തിന്റെ വലിയൊരു കഥയുണ്ടായിരുന്നു. തറവാട്ടിലെ വിളക്ക് കാറ്റിലാടിക്കൊണ്ട് കൂടുതൽ ശോഭയോടെ കത്തിജ്വലിച്ചു.